സാബുമാൻ കീ ജയ്, ആര്യൻ കീ ജയ്. എന്ത് തേക്കപ്പത് ഇങ്ങനെ പറയണത് ഗൈസേ? സാബുമാൻ പൊളിച്ചു. സാബുമാൻ 5 സ്റ്റാർ തിന്നുക, ഒന്നും ചെയ്യാണ്ട് അവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്നത് ഞാനും ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഗൈസ്, അപ്പോഴും പറഞ്ഞായിരുന്നു സാബുമാൻ എന്തുകൊണ്ടായിരിക്കും ബിഗ് ബോസിൽ ഇപ്പോഴും എവിക്റ്റഡ് ആവാണ്ട് അവിടെ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു സംതിങ് അവിടെ ഉണ്ടായിരിക്കും എന്നൊരു സംഗതിയില്ലേ. അതുപോലെ ആര്യൻ മുകളിൽ ആകാശം താഴെ ഭൂമി എന്നുള്ള രീതിയിൽ കളിക്കുന്ന ഒരു മനുഷ്യൻ, അതായത് അവന് പോസിറ്റീവോ നെഗറ്റീവോ അവന് ഒരുപാട് പേര് ഇഷ്ടപ്പെടുക അങ്ങനെ ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. പക്ഷെ ആര്യൻ ഉണ്ടാക്കുന്ന കണ്ടന്റ്, അതേപോലെ ഇന്ന് സാബുമാൻ ഉണ്ടാക്കിയ കണ്ടന്റ്, ഈ രണ്ടെണ്ണത്തിനെ കുറിച്ചിട്ടാണ് ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സാബുമാൻ മറ്റേ പട്ടണത്തിൽ ഭൂതം അല്ലേ സിനിമയിലെ ഭൂതമായിട്ട് ഇന്ന് വന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർബ്. അതായത് പല ആളുകൾ എന്താ വെച്ചാൽ അവിടെ ഡാൻസ് കളിക്കണതിന് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട്, ആ റൗണ്ടിനുള്ളിൽ നിന്നിട്ട് ഡാൻസ് കളിക്കണമല്ലോ, ഡാൻസ് കളിക്കണതിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അവർ ആക്ടിങ് ഉണ്ടല്ലോ, അതിന് പുറത്ത് അവരൊരു ആക്ടിങ് ഉണ്ടല്ലോ, ആ ആക്ടിങ് എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ, എല്ലാവർക്കും എല്ലാം വഴങ്ങണമെന്നൊന്നുമില്ല അല്ലേ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പലരും ഇങ്ങനെ ഓവറായിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടണ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അല്ല, അവർ പറ്റണ പോലെ എന്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് ഇന്ന് അഭിനയിച്ച ആളുകളിലെ അതിൽ ഏറ്റവും അടിപൊളിയായിട്ട് ആ റൗണ്ടിനുള്ളിലുള്ള ഡാൻസും അതുപോലെ പുറത്തുള്ള സംഗതിയും ഏറ്റവും അടിപൊളിയായിരുന്നു എനിക്ക് തോന്നുന്ന 2 കണ്ടസ്റ്റൻസ്. ഒന്ന് സാബുമാൻ, രണ്ടാമത്തെ ആര്യൻ്റെ ഡാൻസ് ആദ്യം നമുക്ക് അതൊന്നും ഇല്ല. ആര്യൻ എന്താ കാണിക്കണത് ടമ്പോ, ആര്യൻ ഓൺ ഫയർ, സാബുമാൻ ഓൺ ഫയർ. ആര്യൻ അവിടെ വന്നിട്ട് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേസ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആര്യൻ അവിടെ നിൽക്കണം. അതുപോലെ സാബുമാനുണ്ടല്ലോ, സാബുമാൻ അവസാനിച്ച് അവൻ പുറത്തത് കൊണ്ട ചിരി ഉണ്ടല്ലോ, ചിരി 916 ഗോൾഡ്. അതുപോലെ തന്നെ അവൻ റൗണ്ടിലൂടെ നമ്മൾ ഡാൻസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കണ്ട കേസ്, എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വേറെ എല്ലാവരാണെങ്കിൽ ആ കൊമ്പൊക്കെ വെച്ച് ഒരു പക്ഷേ ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ കയ്യിലൊക്കെ എന്തെങ്കിലും സാധനം ഉണ്ടാവില്ല. ഇപ്പോൾ അനീഷിൻ്റെ ഇവിടെ ഒരു ഉണ്ടുണ്ട്, അതിന് ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ട്. അത് അവർക്കൊരു പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, ഒരു പ്രോപ്പായിട്ട്. നമ്മൾ നാടകത്തിനൊക്കെ പലരും എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ചിലപ്പോൾ കയ്യിലൊരു ബോളായിരിക്കും എന്തെങ്കിലും. അനീഷിൻ്റെ ഇവിടെ ഒരു ബോൾ പോലെ സാധനം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ആരുണ്ടായിരുന്നേ, നൂറയുടെ കയ്യിലൊരു കുടം ഉണ്ടായിരുന്നു. ആ കുടമൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കായിരുന്നു. നൂറ് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല തോന്നുന്നു. അത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തിരിയണ പോലെയൊക്കെ സാധനങ്ങൾ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു തോന്നുന്നു കേസല്ല. നമുക്ക് ഇങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ അല്ലേ. നമ്മളവിടെ പോയ ഇതിനൊക്കെ ജബ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സാബുമാൻ അവൻ്റെ ആ കൊമ്പ് വെച്ചിട്ട് ഇങ്ങനെ ആക്കണത്. അതേപോലെ അവൻ്റെ ഇങ്ങനൊരു സ്റ്റെപ്പില്ലേ, ഈ വയറിൻ്റെ അടിഭാഗം ഇവിടെ കാണിക്കാൻ പറ്റൂല, അത് വയറിൻ്റെ അടിഭാഗം ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ സാധനം, അത് ശരിക്കും ആ കൊമ്പ് ഇങ്ങനെ കുത്തണ പോലുള്ള ഒരു സാധനമില്ല കേസ്. എനിക്ക് ആ സ്റ്റെപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും സാബുമാൻ നല്ല രീതിയിൽ വോട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട് കേസ്. സാബുമാൻ എന്തായാലും എവിക്ഷനിലുണ്ടല്ലോ അല്ലേ, നോമിനേഷനിലുണ്ടല്ലോ അല്ലേ. എനിക്ക് തോന്നുന്നില്ല സാബുമാൻ അങ്ങനെ പെട്ടെന്നൊന്നും ബിഗ് ബോസ് ഒന്ന് പോകുന്നു കേസ്. സാബുമാൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കണതേ, പോവുകയാണെങ്കിൽ സാബുമാൻ ഫസ്റ്റ് വീക്കിൽ പോകേണ്ടവരായിരുന്നു, ഫസ്റ്റ് നോമിനേഷനിൽ. ഇനി സാബുമാനെ കളയണമെങ്കിൽ കുറച്ച് പടിയെടുക്കേണ്ടി വരും ആൾക്കാരത് തോന്നുന്നു കേസ്. സംഭവം എന്താ വെച്ചാൽ അവൻ്റെ പെർഫോമൻസ് ഇങ്ങനെ, അവൻ്റെ ഗ്രാഫ് ഇങ്ങനെ കയറി വരികയാണ്. തുടക്കത്തിലുണ്ടോ 1 2 ലാലേട്ടാ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പതുക്കെ വരും എന്ന് പറഞ്ഞപ്പോൾ സാബുമാനെ എന്നാണ് ഇനി ഇത് പഠിക്കൽ കഴിയണത് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ അടക്കം അവനെ ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എത്ര വീഡിയോസാണ് വന്നത്, സാബുമാന് കഴിവില്ല, സാബുമാൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, സാബുമാനെ ഫാമിലി ഓഡിയൻസിന് നമ്മൾ കുടുംബ പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നുള്ളത്. കാരണം സാബുമാൻ ആരെയും കുറ്റം പറയുന്നില്ല, സാബുമാൻ അനാവശ്യ വിവാദങ്ങളിൽ പോയി ചാടുന്നില്ല. അവിടെ സാബുമാൻ എന്തെങ്കിലും വളരെ സൗമ്യനായി ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കണം, സാബുമാൻ എന്തെങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കണം, ബാക്കിയുള്ളവർ കച്ചറ ഉണ്ടാക്കുമ്പോൾ സാബുമാൻ അത് വിഴുങ്ങും, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അല്ലേ. സാബു മറ്റേ ചിക്കൻ്റെ മട്ടൻ്റെ എന്തോ കാല് കടിച്ച് വെക്കണ എന്താ ചിക്കൻ്റെ അല്ലേ, അപ്പോൾ അവനെന്തോ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഈ ബാക്കിയുള്ളവർ കത്തറ, അപ്പോൾ ചിക്കൻ തിന്നുകൊണ്ടിരിക്കുക അല്ലേ, കാല് കടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു അവസ്ഥയല്ലേ. അങ്ങനെ ഒരു ട്രോളൊക്കെ നിങ്ങൾ കണ്ടിരുന്ന കേസ്. എന്തായാലും അങ്ങനെ കയറിയിട്ട് സാബുവാൻ്റെ ഗ്രാഫ് മെല്ലെ ഉയർന്നു തുടങ്ങിയത് എനിക്ക് തോന്നുന്ന കേസ്. അതായത് മരവാഴ ഇടുന്നുള്ള ലെവലിൽ അവനവിടെ പലരും അങ്ങനെയാണ് എടുത്തിരുന്നു തോന്നുന്നു കേസ്. തോന്നണമല്ല, അങ്ങനെ എടുത്ത് സാബുവിൻ്റെ ഗ്രാഫ്
ഒക്കെ ഉയർന്നു തുടങ്ങിയത്. അതായത് അവർ പഞ്ചപാവം ലെവലിൽ ഒരു വൈബ് ഉണ്ടാക്കിയിരുന്നു അല്ലേ ഗൈസ്? എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഫാമിലി ഓഡിയൻസിന് പാവം ചെക്കല്ലേ അങ്ങനെ ഒരു ലെവലിൽ, അല്ലെങ്കിൽ അവ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരുത്തൻ അല്ലേ, അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. സാബുവാൻ മറ്റേ ആ സെക്യൂരിറ്റി ആയിട്ട് അവിടെ നിന്നില്ലേ മറ്റേ ഹോട്ടൽ ടാസ്കിൽ, അതിന് ശേഷമാണ് സാബുവാനെ ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് തോന്നുന്നു കേസ്. കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവരെ പോലെ അല്ല അവൻ. പിന്നെ അവൻ പാവമല്ലേ, അവനും ആരോടും പരാതിയില്ല, അവൻ ഒരാളെയും കുറിച്ച് കുറ്റം പറയുന്നില്ല, ഒരാളോട് കച്ചറ ഉണ്ടാക്കുന്നില്ല, അങ്ങനെ ഒരുത്തെ. അതിനുശേഷം പതുക്കെ പതുക്കെ പോയിട്ട് ഇപ്പം എത്തി നിൽക്കണ ഒരവസ്ഥ ഒന്ന് നോക്കുക കേസ്. ഒട്ടിപ്പൊളി സൂപ്പർ പെർഫോമൻസ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. സ്കിപ്പ് ചെയ്യാണ്ട് എന്നല്ല, ഇങ്ങനെ അതന്നെ നോക്കിക്കൊണ്ട് ഞാൻ ഇരുന്ന് കേസ്. സാബുവാൻ ഇന്ന് അവിടെ കാണിക്കണം അംഗങ്ങൾ അടിപൊളി. സാബുവാൻ എന്തായാലും ഇനി ഇതാ ഈ ഒരു നോമിനേഷനിൽ സാബുവാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് അൺഫെയർ എവിക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നു കേസ്. സാബുവാൻ പോവാത്തതാണ് അൺഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞ ടീംസാണല്ലോ നമ്മളില്ലേ. അപ്പോൾ സാബുവാൻ ഇപ്പോഴും അവിടെ, ഇനി സാബുവാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ നോമിനേഷനിൽ ഈ എവിക്ഷനിൽ സാബുവാൻ എവിക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അൺഫെയർ ആവും എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എത്ര പെട്ടെന്നാണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നൊക്കെ ഗൈസ്. എന്തായാലും ആളുകളെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കാനും മാറ്റി പറയിപ്പിക്കാനുള്ള ഇടവരുത്തിയ മുത്തുമണിയാണ് സാബുമാൻ എന്നാണ് എൻ്റെ പോയിന്റ്. അതുപോലെ ആര്യൻ്റെ ഡാൻസ് എന്താണ്, ആര്യ കിച്ചണിൽ നിന്നിട്ട് ബാക്കിയുള്ളവർ സംസാരിക്കേണ്ട രീതി ശ്രദ്ധിച്ച കേസേ, അടിപൊളിയായില്ലേ, സൂപ്പറായില്ലേ. ഇനി ഞാൻ ഉറ്റുനോക്കുന്നത് നെവിൻ്റെ പെർഫോമൻസ് ആണ് കേസേ, നെവിൻ്റെ പെർഫോമൻസ് ആണ്. എന്തായാലും അനുമോൾക്ക് പറ്റിയ ക്യാരക്ടറാണ് അവിടെ കിട്ടിയത്, അതവിടെ നിൽക്കട്ടെ, അനുമോൾ അവിടെ നിൽക്കട്ടെ, ഇവിടുത്തെ വിഷയം അനുമോളല്ല. ഇനി ഡെവിൻ എന്താ കളിച്ചു വിട്ടിട്ടുണ്ട്, അവ ആ ഡ്രസ്സ് കണ്ടു എങ്ങനെ ഇടുമ്പോഴേക്ക് അപ്പോഴേക്ക് ഇത് പുറത്ത് കൂടെ വീടും പുറത്ത് കൂടെ വീസാവിടും, വയറ് കാണിടും അല്ലേ, ചെസ്റ്റ് കാണിടും, എന്താ സംഭവം. അവൻ ആ ഡ്രസ്സ് വെച്ചിട്ട് ഒന്ന് അവൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് ആ സാധനം ഉപയോഗിച്ച് അടിപൊളിയായിട്ട് ഒരു പെർഫോമൻസ് ഉണ്ടാവും എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. പറയാൻ പറ്റില്ല, ഞാൻ എന്താ കാട്ടിക്കൂട്ടുന്നൊന്നും അറിയില്ല. എന്തായാലും എനിക്കതിൽ ഏറ്റവും സന്തോഷമായി തോന്നിയ വേറെ കാര്യം അറിയാം, ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഉഷാറാക്കുന്നുണ്ട് അല്ലേ, അടിപൊളിയാക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. ഞാൻ ഇതുവരെ കണ്ട എപ്പിസോഡുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എപ്പിസോഡായിട്ട് തോന്നിയത് ഈ എപ്പിസോഡാണ് ഗൈസ്. അടിപൊളിയായി, നമ്മുടെ മൈൻഡ് ഇങ്ങനെ നിറഞ്ഞ്. അതിൽ ആകെ ഒരു ഇതുണ്ടായത് ആ PR വിഷയവുമായി ബന്ധപ്പെട്ട സംഭവം. എന്തായാലും വലിയ കച്ചറകളൊന്നും ഇല്ലാത്തൊരു എപ്പിസോഡായിട്ട് മാറിയല്ലോ, സന്തോഷം. അതുപോലെ ആര്യൻ, അയ്യോ ഞാൻ ആര്യനെ കുറിച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്യേണ്ടായിരുന്നു തോന്നുന്നു കേസ്. മായാമോഹിനിയിൽ ആ കഥാപാത്രമായിട്ട് ആര്യ വന്നു, എന്തായാലും ഒരു ഫെമിനൈൻ ടച്ച് അവൻ കൊണ്ടുവരേണ്ട സംഭവം നോക്ക്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു മറ്റേ റിയാസ് ഇതുപോലെയല്ല, വേറെ കാര്യം, റിയാസിന് പിന്നെ പൊതുവെ ഒരു ഫെമിനൈൻ ടച്ച് ഉണ്ടല്ലോ. അപ്പോൾ റിയാസിന് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ലക്ഷ്മീനെ അനുകരിച്ച് റിയാസ് മുമ്പ് ബിഗ് ബോസിൽ വേറെ സീസണിൽ മുമ്പുണ്ടായിരുന്ന സീസണിൽ. പക്ഷേ ഇവിടെ അങ്ങനെ ഫെമിനിൻ ടച്ചൊന്നും ഇല്ലാത്ത ആര്യൻ അത് എന്ത് മനോഹരമായിട്ടാണ് അത് ചെയ്തത് ഗൈസ്. അത് ആ ഡ്രസ്സൊക്കെ ഉപയോഗിച്ചിട്ട് ആ സംഭവം അങ്ങനെ ഇരുന്നിട്ട് അവൻ്റെ ഇങ്ങനെയായിട്ട് ഒഴിയിടവാരിയുള്ള ഒരു സംഭവം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ആര്യൻ മുത്താണ് കേട്ടോ, ആര്യൻ മുത്താണ്. ആര്യൻ ടാസ്ക്, അതേപോലെ അവനെ അതിൻ്റെ ഉള്ളിൽ വേറെ സാധാരണ രീതിയിൽ പെരുമാറുന്ന രീതിയൊക്കെ ഭയങ്കര ബോൾഡായിട്ടുള്ള ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ്, ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. പക്ക BB മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം പറയുക കേട്ടോ. സാബുമാൻ്റെ ഇന്നത്തെ ആ വേഷപ്പകർച്ച, ആ ഒരു പെർഫോമൻസ്, അതേപോലെ ആര്യൻ്റെ ആ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയോ? എനിക്ക് ബോറിംഗ് ആയിട്ട് തോന്നിയില്ല കേട്ടോ, എനിക്ക് ഭയങ്കര രസമായിട്ടുള്ളൊരു ഫീലാണ് ഉണ്ടായത് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ.